ഈ ഒരു സൽവാർ സെറ്റിൻ്റെ ഹൈലൈറ്റിങ് ഇതിൻ്റെ പാറ്റേൺ ആട്ടോ. ആ ഒരു കളർ കോമ്പിനേഷനും പ്രിൻറ്റും ഹൈലൈറ്റിങ്ങും ഒക്കെയാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഹാൻഡ് പെയിൻറ്റഡ് ലുക്കിൽ വന്നേക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. വൈറ്റിൻ്റെ കൂടെ ഒരു ഓഫ് വൈറ്റിൻ്റെ കൂടെ പിങ്കിൻ്റെ ഒരു കോമ്പിനേഷൻ. അങ്ങനെ അതിനകത്ത് ആ ഒരു പ്രിൻറ്റിനെ ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഔട്ട്ലൈനും ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കൊടുത്തേക്കാണ്. കട്ട് ബീഡ്സും ആ ഒരു സെൽഫ് കളർ ബീഡ്സും സർദോസിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് സ്ലീവിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സെയിം ആയിട്ടുള്ള ആ ഒരു ഹാൻഡ് പെയിൻറ്റഡ് ലുക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് സെറി യൂസ് ചെയ്ത ഒരു ഔട്ട്ലൈൻ ലുക്ക്, കട്ട് ബീഡ്സിൻ്റെ ഒക്കെ ഒരു ലുക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിന് എൻഡിലായിട്ട് നമുക്ക് ഓർഗൻസ പാച്ച് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, ഷിഫ്ലി ഹോൾസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് നമുക്കൊരു പ്രത്യേക ഒരു പാറ്റേണിലാട്ടോ ഈ ഒരു ഡ്രസ്സ് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ നമുക്ക് മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതിനകത്ത് കോൺട്രാസ്റ്റ് കളർ ബീഡ്സ് യൂസ് ചെയ്ത് ഹൈലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. കോട്ടണിൽ വന്നേക്കുന്ന സെറ്റ് ഇതിൻ്റെ ഒരു എ ലൈൻ കട്ടിലാണ് വന്നേക്കുന്നത്. ഈ ഒരു സൈഡ് പോർഷനിൽ നമുക്ക് ലേസ് ട്രിം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആണ്. ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വന്നേക്കുന്ന ബോട്ടം. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ഹാൻഡ് പെയിൻറ്റഡ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ദുപ്പട്ട, ഒരു ടൈ ആൻഡ് ടൈ ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന ദുപ്പട്ട. ഇതിൻ്റെ കോഡ് വരുന്ന FW333. പ്രൈസ് റേഞ്ച് വന്നേക്കുന്ന 2999. ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന ഓഫ് വൈറ്റിൻ്റെ കൂടെ ഒരു ഗ്രേ ഷെയ്ഡാട്ടോ. ഇതൊരു ഷോർട്ട് ടോപ്പ് ലുക്കിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഹൈലൈറ്റിംഗ് ആ ഒരു ബോട്ടം കൂടെ പെയിൻറ്റഡ് ലുക്കിൽ വന്നേക്കുന്ന ബോട്ടം ഇതാട്ടോ. ബോട്ടത്തിൽ നമുക്ക് കോട്ടൺ ലൈനിങ് വരുന്നുണ്ട്, ടോപ്പിലും കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കോട്ടണിൽ വന്നേക്കുന്ന സെറ്റാണ്. ദുപ്പട്ട ഒരു ടൈ ലുക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട വിത്ത് നമുക്ക് ലേസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് FW334. പ്രൈസ് റേഞ്ച് 2999. ഇതിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ 2 പ്രോഡക്ട്സിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അൺസ്റ്റിച്ച് സൽവാർ സെറ്റ്സ് ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് പോകാവുന്ന രീതിക്കാണ് ഈ ഒരു സൽവാർ സെറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ്. ബോഡിയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ സ്കാറ്റഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് എൻ പോർഷനിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സെമി സിൽക്കിലാണ് ഈ ഒരു ടോപ്പ് നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട വരുന്നത് ക്രഷ്ഡ് ഓർഗൻസയിലാണ്. ദുപ്പട്ടയും ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബോഡിയിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു ലീഫിൻ്റെ ഒക്കെ ഒരു സിമിലർ പാറ്റേണിലാണ് ഒരു മിഷൻ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ളത്. സെറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം. ഇതിൻ്റെ വേറെയും 2 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് നോക്കാം. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതിലും കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ദുപ്പട്ടയാണ്. ക്രഷ്ഡ് ഓർഗൻസ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന രീതിക്കാണ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത്. ആ ഒരു ലീഫിൻ്റെ ഒക്കെ ഒരു ലുക്കിലാണ് നമുക്ക് ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് നോർമലി കാണുന്നക്കാളും കുറച്ചൊന്ന് ഡിഫറെൻറ്റ് ലുക്കിലാണ് ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു ടോപ്പിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസും ഒരു റൗണ്ട് ആൻഡ് വീനക്കൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പാർ ചെയ്യുവാണെങ്കിലും നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം ഒരു 2479 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് കേട്ടോ. ആൻഡ് വൈറ്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചഷ് വെയർ ആയിട്ടാണെങ്കിലും ഒരു ഫംഗ്ഷൻസിനൊക്കെ നമ്മളൊരു മിനിമൽ ലുക്കിൽ നിൽക്കണമെങ്കിൽ വൈറ്റ് ആയിരിക്കും ആദ്യം. ഒരു ക്ലാസി ലുക്കിന് വൈറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു മൾട്ടി കളേഴ്സ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഇപ്പോൾ കാണിച്ച ആ 2 ഷെയ്ഡിലും ഈ വൈറ്റ് ആണ് കുറച്ചൊന്ന് മിനിമലായിട്ട് നിൽക്കുന്നത്. ബിക്കോസ് ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കുറച്ചൊന്ന് എടുത്തറിയുന്നത് ഈ ഒരു വൈറ്റിലാണ്. ആൻഡ് സെയിം സെൽഫ് കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ആ ഒരു ലീഫ് പാറ്റേൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ടോപ്പിൻ്റെ ബോഡിയിൽ നമുക്ക് സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ദുപ്പട്ടയിലും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സൈറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് SUN382 എന്ന കോഡിൽ 2479 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. ഡെയിലി വെയർ യൂസിനും അതുപോലെ വർക്ക് റിലേറ്റഡ് ഒക്കെ നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന അൺസ്റ്റിച്ച് സൽവാർസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് കൂടാണ്ട് 2 ഷെയ്ഡ്സുകൾ വരുന്നുണ്ട്. ഫുൾ നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു പാറ്റേൺ ആണ്. ബോഡിയിൽ നമുക്ക് ടോപ്പിൻ്റെ
ബോഡി പോർഷൻ വന്നിട്ടുള്ളത്. ആൻഡ് യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെയും അതുപോലെ തന്നെ സ്വീക്വൻസി ഹൈലൈറ്റിംഗ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ നമുക്കൊരു ഫ്ലോറിൽ തന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത്. സ്കാറ്റേഡ് ആയിട്ടാണ് അതിൻ്റെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നത് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളതും കോട്ടണിൽ തന്നെ. ബോട്ടത്തിൻ്റെ എൻഡിൽ നമുക്ക് ഈ അക്കോബയുടെ ഒരു സ്റ്റൈലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു പേസ്ലിയുടെ ഒക്കെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലും കൂടെ. ഇപ്പം ഇത് എൽബോരെയൊക്കെ സ്ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വർക്ക് ഡിറ്റെയിൽ കൊടുത്ത് നല്ലൊരു ക്ലാസി ആൻഡ് എലഗൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വേറെ എടുക്കാൻ പറ്റുന്ന സൽവാസും കൂടിയാണ്. ഇതിൽ നമുക്ക് എംബ്രോയിഡറി ഡീറ്റെയിലും തന്നെയാണ് കൊടുത്ത് ബോട്ടം ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ഫുൾ നമുക്കൊരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് ആ ദുപ്പട്ട വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഹൈലൈറ്റിങ് ചെയ്ത് പെയിൻറ്റഡ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ അല്ലാതെ ഒരു ബ്ലാക്ക് സൽവാസിൻ്റെ കൂടെയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയും കൂടെയാണ്. ആൻഡ് ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട്. യോക്ക് പോർഷനിലും സെയിം ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ കൊടുത്തിട്ട് അതിനുള്ളിൽ ഹൈലൈറ്റ് ചെയ്ത് കാന്തയുടെയും അതുപോലെ തന്നെ സ്വീക്വൻസി വർക്ക്, കാന്ത വരുന്നില്ല, നമുക്ക് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഹൈലൈറ്റ് ചെയ്ത് സ്വീക്വൻസി വർക്കും കൂടെ വരുന്നുണ്ട്. ഒരു വർക്ക് വെയർ ആയിട്ടാണെങ്കിൽ മാർക്കിംഗ് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സോളിഡ് ആണ്, കോട്ടണിലാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഈ കോട്ടണിനുള്ളിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിലും ആ ഒരു ബേജിനുള്ളിൽ തന്നെ ഫുൾ ഒരു പെയിൻറ്റഡ് ലുക്കാണ്. ഇപ്പോൾ ഒറ്റ നോട്ട് നമുക്ക് പ്രിൻ്റ് ആണെന്ന് തോന്നും, പക്ഷേ പ്രിൻ്റ് അല്ല. ഇതിൽ ഫുള്ള് നമുക്ക് പെയിൻറ്റഡ് ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഫ്ലോറലിൻ്റെ പെയിൻറ്റഡ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമുക്കൊരു കുറച്ച് ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് കേട്ടോ. ഇതിലും ഫുള്ളൊരു ഫ്ലോറിൻ്റെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് കൊടുത്തിട്ട് ആ യോക്കിൽ ഫുള്ളും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്ത് ഹൈലൈറ്റ് 3/4 സ്ലീവ്സ് ഒക്കെ കൊടുത്താലും അല്ലെങ്കിൽ എൽബോയിലെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ക്ലാസി ആയിട്ട് വേറെ ചെയ്തെടുക്കാൻ പറ്റുന്ന സൽവാസും കൂടിയാണ്. ഇതിൻ്റെ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ട ബോട്ടമാണ്. ഇതാണ് എൻ്റെ ബോട്ടം വരുന്നത്. ബോട്ടത്തിന് എൻഡ് പോർഷനിലാണ് കേട്ടോ ഈ ഒരു അക്കോബയുടെ ഒരു ഷിഫ്ലിയുടെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ഇത് പാറ്റേൺ വന്നിട്ടുള്ളത്. ഇതും നമുക്ക് കോട്ടണിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SW2118 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 1599 മാത്രമേ ഉള്ളൂ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസും കൂടിയാണ്. കംഫർട്ടബിളായിട്ട് വേറെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കളക്ഷൻസ് ചൂസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.